നല്ല പച്ച മലയാളം പറയുന്ന ഒരു പാകിസ്ഥാൻ സ്വദേശി. അദ്ദേഹത്തിന് മലയാളികളായിട്ടുള്ള നിരവധി കൂട്ടുകാരുണ്ട്. അദ്ദേഹത്തെയാണ് നമ്മൾ കാണാൻ പോകുന്നത്, പരിചയപ്പെടാൻ പോകുന്നത്. സാധാരണ മലയാളം പഠിക്കുക പലർക്കും അത്രയ്ക്ക് എളുപ്പമാകില്ല. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല, ഒരു വെറൈറ്റി കഥാപാത്രമാണ്. ദുബായിൽ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ഹത്തയിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് മദാം, അവിടെയാണ് ഈ പാകിസ്ഥാൻ സ്വദേശിയെ നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട മലയാളം സംസാരിക്കുന്ന പാകിസ്ഥാൻ സ്വദേശി ജമാൽ. നമസ്തേ, നമസ്കാരം. കുറെ കാലം എവിടെ എത്തിയത്? എനിക്ക് കുറെ 12 വർഷമായി മൊത്തം. സുരേഷ് ഭായി 12 വർഷമായി എനിക്ക് മൊത്തം യുഎയില്. ജമാല് ശരിക്കുള്ള പേര് ജമാൽ? എന്റെ ഫുള്ള് പേര് സുരേഷ് ഭായി, തജമ്മൽ ഹുസൈൻ ആണ്. നിക്ക് നെയിം ജമാലാണ്. നാട്ടിലെ ജമാൽ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. എവിടെ സ്ഥലം? എന്റെ സ്ഥലം പാകിസ്ഥാൻ, പഞ്ചാബ്, ഗുജറാവാല. പാകിസ്ഥാനിലെ പഞ്ചാബ് ഗുജറാവാല. സെൻട്രൽ പഞ്ചാബാണ് പാകിസ്ഥാൻ, സെൻട്രൽ പഞ്ചാബ്. ജമാൽ, ഈ മലയാളം കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം. ജമാൽ എങ്ങനെയാണ് ഈ മലയാളം പഠിച്ചത്? കാരണം സാധാരണ ആളുകൾക്ക് മലയാളം പഠിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സുരേഷ് ഭായി, ഞാൻ കടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മുന്നേ. അറിയാൻ ആ സമയത്ത് കുറെ എല്ലാ ആൾക്കാരും മലയാളീസ് ആളാണ്. മലയാളി ഞാൻ ഒട്ടുക പാകിസ്ഥാനിയാണ് ആ സമയത്ത്. പിന്നെ എനിക്ക് കുറെ ഇഷ്ടം വന്നിട്ടുണ്ട് സംസാരമായിട്ട്. പിന്നെ ഞാൻ ഓഫീസിൽ പോകണം, ഏത് സ്ഥലത്തിൽ പോയാലും കൂടുതലും മലയാളീസ് കിട്ടും. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം വന്നിട്ടുണ്ട് മലയാളം സംസാരമായിട്ട്. പിന്നെ എൻ്റെ കൂടെ വലിയ പണി ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മലയാളം സംസാരിച്ചു പറ്റി. മലയാളം പഠിക്കുക അത്ര എളുപ്പമായിരുന്നു? സ്റ്റാർട്ടിംഗ് ഒക്കെ വലിയ പ്രോബ്ലം ആയിരുന്നു? സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ട് പ്രോബ്ലം വന്നിട്ടുണ്ട്, കൂടുതൽ പ്രോബ്ലം വന്നിട്ടില്ല. അറിയാണ് കൂടുതൽ എല്ലാ മലയാളീസാണ്. അങ്ങനെ എനിക്ക് അത്ര വിഷയം വന്നിട്ടില്ല. മലയാളം സംസാരിക്കുന്നതോടൊപ്പം മലയാളം ഫുഡൊക്കെ ഇഷ്ടമാണ്? പിന്നെ എനിക്ക് ഇഷ്ടം കൂടുതൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നെയ്റോസ്റ്റാണ്. നെയ്റോസ്റ്റ്, പിന്നെ നമ്മുടെ മസാല ദോശ അതുണ്ട്. പിന്നെ നെയ്ച്ചോറ് ബീഫ്, നെയ്ച്ചോറ് ബിരിയാണി, നെയ്ച്ചോറ് പള്ളിക്കറി, നെയ്ച്ചോറ് പള്ളിക്കറി, അതുപോലെ തന്നെ ബീഫ് പൊറോട്ട എല്ലാം കഴിക്കാനുണ്ട്. എത്ര വർഷമായി ദുബായിലായിട്ട്? എനിക്ക് മൊത്തം 12 ഇയറായി. 12 വർഷമായി മൊത്തം യുഎയിൽ. മലയാളീസിൽ കൂടെ പണി ചെയ്യാൻ ഇപ്പോൾ 10 വർഷമായി. എനിക്ക് 10 വർഷമായി മലയാളീസിൽ കൂടെ പണി ചെയ്യാനുണ്ട്. ഫാദർ ഇല്ല, ഫാദർ തയ്യാറാണ്. 96 മാമ ഉണ്ട്, ഉമ്മ ഉണ്ട്, പിന്നെ 2 അനിയനുണ്ട്. മാരേജ് കഴിഞ്ഞിട്ടുണ്ട്. 2 മോനെയാണോ, ഒരു മോളുണ്ട്. വൈഫിന്റെ പേര് സോനിയ ഇസഹാഖ്. റൂമിൽ നിങ്ങൾ താമസിക്കുമ്പോൾ മലയാളം തന്നെയാണോ സംസാരിക്കുന്നത്? മലയാളം സംസാരിച്ചിട്ടുണ്ട് കൂടുതൽ. നമ്മുടെ ഈ പണി സമയത്ത് പിന്നെ നമ്മുടെ റൂമിൽ ഫുൾ സംസാരിക്കുന്നത് മലയാളമാണ്. കുറവാണ് മറ്റേ നമ്മുടെ ഹിന്ദി ഭാഷ കുറവാണ് സംസാരം. മലയാള സിനിമയൊക്കെ കാണാം? മലയാളം സിനിമ എനിക്ക് കുറെ ഇഷ്ടമില്ല. 1-2 സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ പൃഥ്വിരാജിൽ ഒരു മൂവി ഉണ്ട് അനാർക്കലി. ഞാൻ കണ്ടിട്ടുണ്ട് 2019. പാട്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് പാട്ടിൽ ലിറിക്സ് അറിയില്ല കേട്ടോ, അതാ ഓർമ്മയില്ല അത്ര. ജമാൽ മലയാളം വായിക്കോ അതോ ജസ്റ്റ് സംസാരം? ഇല്ല, വായിക്കാറിയില്ല സുരേഷ് ഭായി. സംസാരം ഉണ്ട് മാത്രം. ജമാലിന്റെ കാര്യത്തിൽ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. ജമാലിനെ കാണാൻ വേണ്ടി ഇവിടെ വരുന്ന ആളുകളോട് ജമാൽ ചിലപ്പോൾ മലയാളം സംസാരിക്കും. അപ്പോൾ ജമാലിനോട് ചോദിക്കും നാട് എവിടെയാണെന്ന്. ജമാൽ എന്ത് പറയും? ഞാൻ കാസർഗോഡ് പറഞ്ഞിട്ടുണ്ട്, ബേക്കൽകോട്ട്. അതിന്റെ കൂടെ ആൾക്കാരുണ്ട്. മുന്നേ ബേക്കൽകോട്ടിലെ ആൾക്കാരുണ്ട്, കുറെ പേരുണ്ട്. മീൻസ് നമ്മുടെ കോഴിക്കോടിലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ബോസിന്റെ എറന്തമലാണ്, പിന്നെ മലപ്പുറം, തിരൂർ, കണ്ണൂർ, അങ്ങനെ കുറെ പേരുണ്ട്. സ്ഥലം കുറെ അറിയണം. പിന്നെ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ ഇപ്പോ, മറ്റേ നമ്മുടെ ഈ മൂന്നാർ, വയനാട്, അങ്ങനെ ആ ബ്യൂട്ടിഫുൾ സ്ഥലം കുറെ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. അങ്ങനെ കേരള പോണ ആഗ്രഹമുണ്ട്. പിന്നെ വിസ കിട്ടുന്ന കുറെ നിയമം അതാ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോകും. ഇപ്പൊ പോകും, വിസ കിട്ടിട്ട് ഇപ്പോ പോകും. മദാമിലാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ ഹത്തയിലേക്ക് പോകുന്ന വഴിക്കാണ് ജമാൽ ജോലി ചെയ്യുന്നത്. കുറെ വർഷമായോ ഇവിടെ? എനിക്ക് 4 വർഷമായി. 4 വർഷം മദാമില്. ജബൽ നസ്വ ബിൽഡിംഗ് മെറ്റീരിയൽ നമ്മുടെ കടയിലെ പേരാണ്. 4 വർഷമായി എനിക്ക് പണി ചെയ്യുന്നുണ്ട് ഇപ്പോൾ മദാമില്. മൊത്തം ഞാൻ മുന്നേ അൽദേദിലുണ്ട്. 6 വർഷം അവിടെ പണി ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷം മുന്നേ ദിബാലുണ്ട്. അവിടെ മലയാളീസാണ് നമ്മുടെ ബോസ്. മലയാളീസിൽ ബോസിൽ കൂടെ പിന്നെ മലയാളം സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ബിസിനസ് റമീസ് അക്തർ, ബേസൽ പീറ്റർ, രണ്ട് പേരാണ്. 2 പാർട്ട്ണർഷിപ്പാണ് ഈ കടയില്. റമീസ് ഇവിടെ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ജമാലിന്റെ അടുത്തുണ്ട്. റമീസ്, എങ്ങനെയാണ് ജമാല് മലയാളം പഠിച്ചത്? എങ്ങനെയാണ് ജമാലിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുണ്ട്?
ജമാൽ ഭായിനെ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ദെയ്തിൽ വെച്ചാണ്. നമ്മുടെ ദെയ്തിലെ ഷോപ്പിന്റെ അവിടെയാണ് പുള്ളി ഇതിനു മുമ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഷോപ്പ് ഓപ്പൺ ആക്കിയപ്പോൾ നമ്മളിവിടെ വരുമായിരുന്നു. നന്നായിട്ട് മലയാളം പറയുന്നത്. നല്ലപോലെ മലയാളം പറയും. ഞാൻ കാണുമ്പോൾ നല്ലപോലെ മലയാളം പറയും. നമുക്ക് കുറച്ച് എളുപ്പമുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഹിന്ദി പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട്. കേരളത്തിലെ സ്ഥലങ്ങളും അറിയാം നന്നായിട്ട്. കേരളത്തിലെ സ്ഥലങ്ങൾ അറിയാം, അവിടെയുള്ള ആൾക്കാരെ അറിയാം, സിനിമ കാണുന്ന കാര്യം പറഞ്ഞില്ലേ, എല്ലാം അറിയാം. കേരളത്തിനെ കുറിച്ചുള്ള എല്ലാം അറിയാം. കേരളത്തിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. കേരളത്തിൽ ഒരു ദിവസം കൊണ്ടുപോകണം ഇൻഷാ അല്ലാ. തീർച്ചയായിട്ടും. എത്ര നാളെ റമീസോടെ ബിസിനസ് എല്ലാം തുടങ്ങി? ഞാനിപ്പോ 7 കൊല്ലം കഴിഞ്ഞു. നാട്ടിലെവിടെയാ? നാട്ടിൽ എറണാകുളം. എറണാകുളത്ത് വൈറ്റിലെ തന്നെ. കുടുംബം ഇവിടെ ഉണ്ടോ? എന്റെ ഫാമിലി ഇവിടെ ഉണ്ട്. വാപ്പ ഉമ്മ അവരൊക്കെ നാട്ടിലാണ്. ഏതായാലും ജമാല് പല സ്ഥലത്തും നമ്മുടെ മലയാളം കുറച്ചൊക്കെ സംസാരിക്കുന്ന മലയാളികളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആ സമയത്ത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ വേണ്ടി വരും അവരോട് സംസാരിക്കാൻ. പക്ഷെ ജമാലിനോട് പക്ക മലയാളം മാത്രം മതി. നമ്മളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മലയാളത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ, മലയാളികൾ ഇവിടെ വരുമ്പോൾ അവർ നാട്ടിൽ എവിടെയാണെന്ന് ചോദിക്കും. അത്രയും ഫ്ലുവന്റ് ആയിട്ട് മലയാളം പറയുന്നുണ്ട്. അവർ പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അവർ വിശ്വസിക്കില്ല. മലയാളി തന്നെയാണ് നിങ്ങൾ പറ്റിക്കാന്ന് പറയും. മലയാളത്തെ ഇഷ്ടപ്പെടുന്ന, മലയാളികളെ ഇഷ്ടപ്പെടുന്ന ജമാല്. ഏതായാലും ജമാല് നാട്ടിലേക്ക് വരണം, ഒരു ദിവസം കേരളത്തിലേക്ക് വരണം. നമുക്ക് കേരളത്തിലേക്ക് ജമാലിനെ കൊണ്ടുപോകണം. വിസ പ്രശ്നങ്ങളൊക്കെ ഉഷാറാക്കാം. നാട്ടിലേക്ക് വരണം. ഇൻഷാല്ലാ വരും. ഓണം വിഷു ഒക്കെ ആഘോഷിക്കാറുണ്ടോ? ഫുഡൊക്കെ നന്നായിട്ട് ഓണസദ്യ കഴിക്കാറുണ്ട്? കഴിച്ചിട്ടുണ്ട്. കേരളത്തിൽ വരാം, നമുക്ക് ആഘോഷിക്കാം. ഇൻഷാല്ലാ. ഓക്കെ റമീസേ, താങ്ക് യു.